Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. Hi friends, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ലാപ്ടോപ്പിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം എന്നാണ്. ലിഡ് എന്നാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ. എങ്ങനെ ഈ സ്ക്രീൻ അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് സീക്രട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരാൾ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഒന്നാമത്തെ പർപ്പസ്. നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമ്മുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ മുൻപ് പഠിച്ച സ്ക്രീൻ കർട്ടൻ ഫീച്ചർ ഉപയോഗിക്കാം. പക്ഷേ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ രാത്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിൽ ലൈറ്റ് കണ്ടിട്ട് പ്രാണികൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ലിഡ് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ പ്രാണിശല്യം ഒഴിവാക്കാം. ലാപ്ടോപ്പ് കീബോർഡിൽ പൊടി പിടിക്കുന്നതും അതുപോലെ ഈർപ്പം പിടിച്ച് കീബോർഡ് കംപ്ലൈൻ്റ് ആവുന്നതും ഒഴിവാക്കാം. നമ്മുടെ കൈതട്ടി വെള്ളം കീബോർഡിലേക്ക് വീഴുന്നതോ അത്തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ് ഈ ഒരു ലിഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇതിനായി ചില സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്താൽ സിസ്റ്റം ഓഫായി പോവുകയോ സ്ലീപ്പ് മോഡിലേക്ക് പോവുകയോ ചെയ്യും. ഏത് സെറ്റിങ്സാണ് മാറ്റേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ഡെസ്ക്ടോപ്പ്. ഇനി നമുക്ക് ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തണം. അതിനായി സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യുന്നു. Start window, search box edit blank. സെർച്ച് ബോക്സിൽ ലിഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. LID. L for light, I for India, D for Delta. L I. Change what closing the lid does. Control panel. Press right to switch preview 1 to 1 level 1. ലിഡ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ചേഞ്ച് വാട്ട് ഐ പ്രസ് ദ ലിഡ് ഡസ് എന്ന് പറയുന്ന ഒരു സജഷൻ കിട്ടി. ഇവിടെ എൻ്റർ ചെയ്യാം. System settings. Power options window. Change settings that are currently unavailable link. നമ്മളിപ്പോൾ പവർ ഓപ്ഷൻസിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ടാബ് ചെയ്ത് പോവാം. ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുന്നു. When I press the power button on battery combo box, turn off the display collapsed. പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കോംബോ ബോക്സ് ആണ്. ഇത് തൽക്കാലം മാറ്റണ്ട. ടാബ്. When I press the power button plugged in combo box, turn off the display collapsed. പ്ലഗ് ചെയ്തിരിക്കുമ്പോൾ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കണം? മാറ്റുന്നില്ല. ടാബ്. When I press the sleep button on battery combo box, do nothing collapsed. സ്ലീപ്പ് ബട്ടൺ ബാറ്ററിയിലായിരിക്കുമ്പോൾ ടാബ്. When I press the sleep button plugged in combo box, do nothing collapsed. സ്ലീപ്പ് ബട്ടൺ പ്ലഗ് ചെയ്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ടാബ്. When I close the lid on battery combo box, sleep collapsed. ഇതാണ് നമുക്ക് വേണ്ടത്. വെൻ ഐ ക്ലോസ് ദ ലിഡ് വെൻ ബാറ്ററി, അതായത് ബാറ്ററി ചാർജിൽ സിസ്റ്റം റൺ ചെയ്യുമ്പോൾ പ്ലഗ് കണക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് സ്ലീപ്പാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സ്ലീപ്പായി പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ ബോക്സിൽ നമ്മൾ മാറ്റം വരുത്തണം. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ച് നോക്കാം. Do nothing. ഡു നത്തിങ്. ഇതാണ് ഫസ്റ്റ് വൺ. Sleep. സ്ലീപ്പ്. Hibernate. ഹൈബർനേറ്റ്. Shut down. ഷട്ട് ഡൗൺ. 4 ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് വേണ്ടത് ഡു നത്തിങ് എന്ന ഫസ്റ്റ് ഓപ്ഷനാണ്. Sleep. Do nothing. ഡു നത്തിങ്. നോക്കാം. When I close the lid on battery combo box, do nothing collapsed. വെൻ ഐ ക്ലോസ് ദ ലിഡ് ഓൺ ബാറ്ററി. ഇപ്പോൾ അത് ഡു നത്തിങ്. ക്ലോസ് ചെയ്താലും ഒന്നും സംഭവിക്കേണ്ടതില്ല എന്ന ഓപ്ഷനാണ്. ഒരിക്കൽ കൂടി ടാബ് പ്രസ് ചെയ്യുന്നു. When I close the lid plugged in combo box, sleep collapsed. ഇനി പ്ലഗ് ചെയ്തിരിക്കുമ്പോൾ ഈ ലിഡ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്ന ചോദ്യമാണ്. നേരത്തെ ബാറ്ററിയിലായിരിക്കുമ്പോൾ സ്ലീപ്പായിരുന്നു, നമ്മളത് ഡു നത്തിങ് ആക്കി. പ്ലഗ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ചാർജർ കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇപ്പോൾ ഞാൻ എൻ്റെ ലിഡ് ക്ലോസ് ചെയ്താൽ തീർച്ചയായിട്ടും സിസ്റ്റം സ്ലീപ്പ് മോഡിലേക്ക് പോകും. ഈ ഒരു കോംബോ ബോക്സിലും നമ്മൾ മാറ്റം വരുത്തുകയാണ്. ഫസ്റ്റ് വൺ Do nothing. ഡു നത്തിങ്. സെക്കൻഡ് വൺ Sleep. സ്ലീപ്പ്. അപ്പ് ആൻഡ് ഡൗൺ ആരോ ആണ് ഉപയോഗിച്ച് നോക്കുന്നത്. തേർഡ് വൺ Hibernate. ഹൈബർനേറ്റ്. ഫോർത്ത് വൺ Shut down. ഷട്ട് ഡൗൺ. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഡൗൺ ആരോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെയും നമുക്ക് ഫസ്റ്റ് വൺ ഡു നത്തിങ് എന്നതാണ് വേണ്ടത്. Sleep. Do nothing. ഡു നത്തിങ്. നോക്കാം. I close the lid plugged in combo box, do nothing collapsed. വെൻ ഐ ക്ലോസ് ദ ലിഡ് ഓൺ പ്ലഗിങ്. അവിടെയും ഡു നത്തിങ് ആക്കി. നേരത്തെ ബാറ്ററിയും ഡു നത്തിങ് ആക്കി, ഇപ്പോൾ പ്ലഗിനും ഡു നത്തിങ് ആക്കി. വെൻ ഐ ക്ലോസ് ദ ലിഡ് എന്നുള്ള കോംബോ ബോക്സ് ആണ്. ഇനി
ടാബ് ചെയ്ത് സേവ് ബട്ടൺ കൊടുക്കുക. ടാബ് ചെയ്യുന്നു. Power options window. This helps. ടാബ്. Show in power menu. ടാബ്. Show in account picture menu. ടാബ്. Save changes button. സേവ് ചേഞ്ചസ് ബട്ടൺ. ഇവിടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ കൊടുക്കണം. Space. Pressed. Control panel home link. നമ്മൾ വരുത്തിയ ചേഞ്ചസ് സേവ് ചെയ്തിട്ടുണ്ടാവും. ക്ലോസ് ചെയ്യാണ് കൺട്രോൾ പാനൽ. Desktop list. WhatsApp 19 of 80. നമ്മൾ ഡെസ്ക്ടോപ്പിൽ തിരിച്ചെത്തി. ഒരിക്കൽ കൂടി എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് എടുക്കുക എന്ന് നോക്കാം. ആദ്യം സ്റ്റാർട്ട് വിൻഡോ. Start window. Search box edit blank. ശേഷം lid എന്ന് ടൈപ്പ് ചെയ്യുന്നു. LID. LID. Change what closing the lid does. Control panel. Press right to switch preview 1 of 1 level 1. ഈ സജഷനിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ചേഞ്ച് വാട്ട് ക്ലോസിംഗ് ദ ലിഡ് ഡസ് എന്ന് പറയുന്ന സജഷനിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. Lid. File Explorer. Power options window. Change settings that are currently unavailable link. നമ്മൾ പവർ ഓപ്ഷൻസിലെത്തി. ഇവിടെ നിന്ന് ടാബ് ചെയ്ത് പോകുമ്പോൾ When I press the lid on battery combo box do nothing collapsed. നമ്മൾ വരുത്തിയ ചേഞ്ചസ് സേവ് ചെയ്തിട്ടുണ്ട്. When I close the lid on battery. നേരത്തെ സ്ലീപ്പ് ആയിരുന്നു, ഇപ്പോൾ അത് ഡു നത്തിങ്. നമ്മൾ ഡു നത്തിങ് ആണ് ആക്കിയത്. ഒരിക്കൽ കൂടി ടാബ്. When I close the lid plugged in combo box do nothing collapsed. പ്ലഗ്ഡ് ഇൻ അതും ഡു നത്തിങ് ആക്കി. നേരത്തെ സ്ലീപ്പ് ആയിരുന്നു, ഇപ്പോൾ അത് ഡു നത്തിങ് ആണ്. ഇനി ടാബ് ചെയ്ത് Power show and cancel. ക്യാൻസൽ. നമ്മൾ ഒന്നും മാറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ക്യാൻസൽ കൊടുക്കാം. Space pressed control panel. Top list. നമ്മൾ ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ സേവ് ചേഞ്ചസ് ബട്ടൺ കിട്ടും. നമ്മളിപ്പോൾ ചേഞ്ചസ് ഒന്നും മാറ്റാത്തത് കൊണ്ടാണ് രണ്ടാമതെടുത്തപ്പോൾ സേവ് ചേഞ്ചസ് ബട്ടൺ കിട്ടാതിരുന്നത്. നമ്മൾ സെറ്റിംഗ്സ് മാറ്റിയിട്ടുണ്ട്. ഞാനിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുകയാണ്. സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നു. സ്ക്രീൻ ക്ലോസ് ചെയ്തു. സിസ്റ്റം ഇപ്പോഴും വർക്കിംഗ് ആണ്. Start all apps list. Recent desktop list. WhatsApp 19 of 80. ലിഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിലെ കണ്ടൻറ്റുകളൊന്നും മറ്റൊരാൾക്കും കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത ശേഷം സ്ക്രീൻ അടച്ചു വയ്ക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും സ്ക്രീൻ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തേക്ക് ഈ സ്ക്രീനിൻ്റെ ചൂടോ വെളിച്ചമോ അടിക്കില്ല. അതുപോലെ പ്രാണികളുടെ ശല്യമില്ല. ലാപ്ടോപ്പ് കീബോർഡിൽ പൊടി പിടിക്കില്ല, ഈർപ്പം പിടിക്കില്ല. അതുപോലെ എൻ്റെ പ്രൈവസി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാളും കാണില്ല. ഇതുപോലെ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.